ഓം ശാന്തി. എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാട്? പലപ്പോഴും വലിയ പരീക്ഷകൾ വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ളതായിരിക്കും. വലിയ പരീക്ഷ പാസ്സായാൽ വലിയ പദവി, ചെറിയ പരീക്ഷ പാസ്സായ ചെറിയ പദവി. ജീവിതത്തിൽ ദുഃഖവും അശാന്തിയും ടെൻഷനും വരുമ്പോൾ, പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ആരോട് ചോദിക്കുക, എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിത്ര കഷ്ടപ്പാട് എന്ന്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു കൊച്ചു കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു നാട്ടിലെ രാജാവ് ആ നാട്ടിലെ ജനങ്ങളുടെ പരിശ്രമത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടുത്തെ മെയിൻ ആയിരിക്കുന്ന സ്ട്രീറ്റിൽ വലിയൊരു കല്ല് കൊണ്ടുവച്ചു. എല്ലാവരും സ്വസ്ഥമായിട്ട് യാത്ര ചെയ്തിരുന്ന വഴിയായിരുന്നു. ആ കല്ല് എളുപ്പത്തിലൊന്നും ആർക്കും നീക്കാനാവില്ല, അത്ര വലിയൊരു കല്ലാണ്. എന്നിട്ട് രാജാവ് വേഷപ്രച്ഛന്നനായിക്കൊണ്ട് സൈഡിലൊരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു. അതിലെ പോകുന്ന ഓരോരുത്തരും അവനവൻ്റെ വണ്ടി കൊണ്ടുവരുമ്പോൾ, യാത്ര വരുമ്പോൾ, ഇങ്ങനെ ഒരു കല്ല് ഈ നടവഴിയിൽ കൊണ്ട് സ്ഥാപിക്കുന്ന രാജാവ് മണ്ടനല്ലെങ്കിൽ പിന്നെ ആരാ? ജനങ്ങൾക്ക് സുഖം കൊടുക്കാനല്ല രാജാവ് വന്നിരിക്കുന്നത്, ജനങ്ങൾക്ക് ദുഃഖം കൊടുക്കാനാണ് വന്നത്. നല്ല വഴി ഉണ്ടാക്കാനാണ് രാജാക്കന്മാർ നോക്കാറ്, വഴിയിൽ കല്ലുകൊണ്ടിടാനല്ല. ഇങ്ങനെ നിരവധി രീതിയിലുള്ള വിമർശനത്തിൻ്റെ കമൻസും ആയിക്കൊണ്ട് അതിലൂടെ പ്രജകൾ പോയിക്കൊണ്ടേയിരുന്നു. രാജാവ് ഒന്നും അറിയാത്ത പോലെ അത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമാവാൻ സമയമായപ്പോൾ ഒരു കർഷകൻ തൻ്റെ പുറത്ത് ഒരു ചാക്ക് ധാന്യവുമായിട്ട് ആ വഴിക്ക് വന്നു. ആ വഴിക്ക് വന്നപ്പോൾ ഈ വഴിയിൽ പതിവില്ലാതിരിക്കുന്ന കല്ല് കണ്ടപ്പോൾ അയാൾ പതുക്കെ തൻ്റെ പുറത്തുള്ളതായിരിക്കുന്ന ധാന്യത്തിനൊരു സൈഡിൽ വെച്ചിട്ട് ഈ കല്ല് ഉരുട്ടി മാറ്റാൻ നോക്കാൻ തുടങ്ങി. അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു അയാൾക്കും ആ കല്ല് മാറ്റൽ. ഒരുപാട് കഷ്ടപ്പെട്ട് അയാൾ തള്ളി 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 ഉരുട്ടി ഒരു കണക്കിന് തന്നെ സൈഡിലേക്കാക്കി. ആ നടുവഴിയിലെ തടസ്സം ഇല്ലാതാക്കി. ആ കല്ല് മറിഞ്ഞു വീണപ്പോഴാണ് അയാൾ കാണുന്നത് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു കിഴിയും അതിനൊപ്പം ഒരു കത്തും. അപ്പോൾ അയാളെടുത്ത് നോക്കി, ആ കിഴി നിറച്ച് സ്വർണ്ണ നാണയങ്ങളാണ്. അതിൻ്റെ മേലെ ഒരു കത്ത് വെച്ചിരിക്കുന്നു, ആര് ഈ കല്ല് തള്ളി മാറ്റുന്നോ അവർക്കുള്ള സമ്മാനമാണ് ഈ സ്വർണ്ണ നാണയങ്ങളെന്ന്. കഷ്ടപ്പാട് ഏറ്റെടുക്കാൻ, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർക്കാണ് ജീവിതത്തിലെ വിജയത്തിൻ്റെ സമ്മാനം കാത്തിരിക്കുന്നത്. പലപ്പോഴും അതികഠിനമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു വരുന്നവർ എത്ര തന്നെ വലിയ പരീക്ഷ നേരിടേണ്ടി വന്നാലും അതെല്ലാം ഈസി ആയിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കാണാം. അതേസമയം തൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും മാത്രം അനുഭവിച്ചു വരുന്നവർക്ക് ജീവിതത്തിൽ ഒരു ചെറിയ ഫെയിലിയർ ഉണ്ടാകുമ്പോഴേക്കത് സഹിക്കാനാവില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാവുമ്പോൾ, എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം കഷ്ടപ്പാട്, ഞാൻ ഇങ്ങനെ വിധിക്കപ്പെട്ടവനാണ്, ഇത്തരം നെഗറ്റീവായിരിക്കുന്ന കമൻസിനെ, സ്വയം അവനവനെ പഴിക്കുന്ന ചിന്താധാരയെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ കഷ്ടപ്പാടിനെ അതിജീവിക്കുമ്പോൾ എനിക്ക് വേണ്ടിയുള്ള വലിയ ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട്, ഞാനത് നേടിയെടുക്കും എന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കഷ്ടപ്പാടുകളെ സുഖമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ആര് കഷ്ടപ്പാടിന് ദുഃഖത്തെ സുഖത്തിലേക്ക് പരിവർത്തനം വരുത്തുന്നോ അവരുടെ ജീവിതം സദാ സുഖം നിറഞ്ഞതായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സുഖവും സ്വന്താക്കിക്കൊണ്ട് സദാ മുന്നോട്ട് പോകാനുള്ള ശക്തി, കഷ്ടപ്പാടിനെ സന്തോഷത്തിലേക്ക്, തൻ്റെ വിജയത്തിലേക്ക് മാറ്റാനും ദുഃഖത്തെ സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.